ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വി.ഡി. സതീശന് അഭിനന്ദനം അറിയിച്ചത്. ഏതായാലും വരും ദിവസങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ, പ്രതികരണങ്ങൾ, അനുനയ ശ്രമങ്ങൾ അതെല്ലാം ഉണ്ടാകും കോൺഗ്രസ് ക്യാമ്പിൽ എന്നുള്ളത് ഉറപ്പാണ്. KPCC ആസ്ഥാനത്ത് നിന്നുള്ള ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത്. വി.ഡി. സതീശൻ അവിടെ നിന്ന് ഇപ്പോൾ മടങ്ങുകയാണ് എന്നുള്ളതാണ് തോന്നുന്നത്. മുൻപ് ഹാഷ്മി പറഞ്ഞിരുന്നു കെ ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി ഒരുപക്ഷെ കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരമൊക്കെ ഒരുക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. എവിടേക്കാണ് അദ്ദേഹം പോകുന്നത് എന്നറിയില്ല. എന്തായാലും 4 മണിക്ക് ഈ നിയമസഭാ കക്ഷി യോഗമുണ്ട്, അതിന് പങ്കെടുക്കേണ്ടതുണ്ട്. അതിന് മുന്നോടിയായാണ് അദ്ദേഹം KPCC ആസ്ഥാനത്ത് എത്തിയത്. ആദ്യം അദ്ദേഹത്തിന്റെ മറ്റ് ചില സന്ദർശനങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും KPCC ആസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതാണ് അറിയിച്ചിരുന്നതെങ്കിൽ, പക്ഷെ ആദ്യം ക്ലിഫ് ഹൗസിൽ നിന്നും KPCC ആസ്ഥാനത്തേക്കാണ് അദ്ദേഹം എത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ നിന്നല്ല, കണ്ടോൺമെന്റ് ഹൗസിൽ നിന്ന്. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് മടങ്ങുന്നത്. അതിന് എവിടേക്കാണ് എന്നുള്ളത് അറിയില്ല. ഒരുപക്ഷെ ആരെങ്കിലും ഒക്കെയുള്ള കൂടിക്കാഴ്ചകൾക്കൊക്കെ ആയിരിക്കാം അദ്ദേഹം പോകുന്നത്. ഹാഷ്മിയിലേക്ക് വളരെ വേഗം അത്തരം വിവരങ്ങൾ തേടാനായി പോകാം. അനുജ, എന്തായാലും KPCC ആസ്ഥാനം വലിയ ആവേശത്തിലാണ്. ഇന്നലെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അപ്പോൾ ഇന്നലെ ഉച്ച മുതൽ തന്നെ ഈ അണികളൊക്കെ അവിടെ തടിച്ചുകൂടിയിരുന്നു. അവർ എപ്പോൾ പ്രഖ്യാപനം വരുമോ അതിനുശേഷം മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുന്നുള്ളൂ എന്ന് പറയുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടു. കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും അവിടേക്ക് എത്തിയിട്ടുള്ള ആളുകൾ അവിടെയുണ്ട്. അവരുടെയൊക്കെ ആവേശം വളരെ വലുതാണ്. അതിൽ ഭൂരിഭാഗം ആളുകളും വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിച്ചവരാണ്, അത് പരസ്യമായി തന്നെ പറഞ്ഞവരാണ്. അപ്പോൾ ആ തീരുമാനം കൂടി AICCയിൽ നിന്ന് എത്തുന്നതോടുകൂടി അവരുടെ ആവേശം അത് ഇരട്ടിയാകുന്നുണ്ട്. 10 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം 11ാം ദിവസമാണ് ആ പ്രഖ്യാപനത്തിലേക്ക് എത്തുന്നത് എന്നതുകൂടി ഉണ്ടല്ലോ. തീർച്ചയായും ഈ ഘട്ടത്തിൽ ഹൈക്കമാൻഡ് വളരെ ഗൗരവത്തിൽ തന്നെ നിരീക്ഷിച്ച ചില കാര്യങ്ങളുണ്ട്. സംസ്ഥാനത്ത് നടന്ന പരസ്യ പ്രകടനങ്ങൾ, പ്രതിഷേധങ്ങൾ, അതൊക്കെ വി.ഡി. സതീശന് ദോഷകരമായി മാറിയിട്ടുണ്ടോ എന്ന തരത്തിലേക്കൊക്കെ ഒരു ഘട്ടത്തിൽ നിരീക്ഷണങ്ങൾ വന്നിരുന്നു. പക്ഷേ അത് കണക്കിലെടുത്തു ഗൗരവത്തിൽ എന്നുള്ളതാണ്. അതിൽ ചില മുതിർന്ന നേതാക്കളുടെ അഭിപ്രായമൊക്കെ ഹൈക്കമാൻഡ് വളരെ ഗൗരവത്തിൽ തന്നെ കണക്കിലെടുത്തു. അങ്ങനെയാണ് വി.ഡി. സതീശനിലേക്ക് അവസാന നിമിഷം ഈ പേരെത്തിയത് എന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട്. KC വേണുഗോപാലിനാണ് ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണയുണ്ടായിരുന്നത് എന്നത് ദീപാദാസ് മുൻഷി വെളിപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ പിന്നീട് എങ്ങനെയാണ്, ഏത് ഘട്ടത്തിലാണ് വി.ഡി. സതീശനിലേക്ക് ഹൈക്കമാൻഡ് എത്തിച്ചേർന്നത് എന്നുള്ളത് തീർച്ചയായും ഈ അണികളുടെ വികാരം അല്ലെങ്കിൽ ജനവികാരം എന്നുള്ളത് കാണാതെ പോകരുത് എന്ന് ചില മുതിർന്ന നേതാക്കളെങ്കിലും ഹൈക്കമാൻഡിനോട് അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ്. അതിന്റെ പേരിൽ കൂടിയാണ് ഇപ്പോൾ ആ ഒരു പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തിച്ചേർന്നത് എന്ന സൂചനകളൊക്കെ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഹാഷ്മിയിലേക്ക് പോകാം. ഹാഷ്മി, വി.ഡി. സതീശൻ കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി ഇപ്പോൾ KPCC ആസ്ഥാനത്ത് നിന്ന് പുറപ്പെട്ടിട്ടുണ്ടല്ലോ, എവിടേക്കാണ് അദ്ദേഹം പോകുന്നത്? KPCC ആസ്ഥാനത്ത് പുറത്തേക്ക് പോയിരിക്കുന്നു. ഇനി വലിയ തിരക്കായിരുന്നു ഇവിടെ. KPCC ആസ്ഥാനത്തൊക്കെ നമ്മൾ കണ്ടത് മാരകമായ വലിയ തിരക്കാണ്. തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തവണ്ണം ഒരുപക്ഷെ നിയുക്ത മുഖ്യമന്ത്രി പലയാവർത്തി തള്ളിയിടോ എന്നുപോലും തോന്നിയവണ്ണമുള്ള വലിയ തിരക്കാണ്. വലിയ ആവേശം നമ്മളവിടെ കണ്ടു. കുളിച്ചു അപ്പോൾ വലിയ ആവേശം നമ്മളവിടെ കണ്ടു. ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇവിടെ KPCC ആസ്ഥാനത്ത് ഏക്കാനിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് എന്നാണ് തോന്നുന്നത്. എന്തായാലും വലിയ ആവേശം, സമാനതകളില്ലാത്ത വലിയ ആവേശം. അവർക്ക് 10 വർഷം അധികാര വരൾച്ചയ്ക്ക് പുറത്ത്, അതിനുശേഷം അധികാരം കിട്ടുന്നതാവട്ടെ 102 സീറ്റിന്റെ വലിയ അധികാരം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ 102 സീറ്റിന്റെ ഇൻകൺവിൻസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആധികാരികമായുള്ള വലിയ വിജയം അവർ കിട്ടുന്നു. അതിനുശേഷം അവരുടെ പ്രിയപ്പെട്ട നേതാവ് മുഖ്യമന്ത്രി വി.ഡി. സതീശനെ വരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് നല്ല ദിവസമാണ്. ആ നല്ല ദിവസം അവർ വലിയ ആഘോഷത്തിൽ അവർ ആവേശമാക്കി. വി.ഡി. സതീശൻ രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന വി.ഡി. കാത്ത് രാവിലെ മുതൽ തന്നെ ഇന്ദിരാഭവനിലേക്ക് പ്രവർത്തകർ കാത്തിരിക്കുന്നു. വി.ഡി. സതീശൻ അങ്ങോട്ടേക്ക് അദ്ദേഹത്തിന്റെ കോൺവോയ്, അദ്ദേഹത്തിന്റെ വാഹനം വന്നപ്പോൾ തന്നെ ആവേശമാണ് പൊട്ടി. നമുക്കറിയാം ഇന്ദിരാഭവൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ഒരു വിശാലമായ എന്തുണ്ട് വിചാരിച്ച പോലെ നടന്നു. ഹാപ്പി 100% ഹാപ്പി. എവിടുന്നാ വരുന്നത്? ഞാൻ ഇവിടെയാ, ഓക്കെ. അപ്പൊ അങ്ങനെ വലിയ പ്രതീക്ഷകൾ സബലീകരിച്ചു എന്ന് കണ്ണു നിറഞ്ഞു പറയുന്ന കുറേയധികം മനുഷ്യന്മാരെ നമ്മൾ ഈ ദിവസങ്ങളിലൂടെ കണ്ടു. എത്രത്തോളം ആഴത്തിൽ പ്രവർത്തക പിന്തുണയുള്ള നേതാവാണ്. ഒരുപക്ഷെ MLA-മാരുടെ പിന്തുണ അതൊക്കെ സാങ്കേതികമായ വേറെ കാര്യം, അതൊക്കെ അധികാരവുമായി ചേർന്ന് നിൽക്കുന്ന, അധികാരത്തിന്റെ ഉന്നത ശ്രേണിയുമായി ചേർന്ന് നിൽക്കുന്ന കാര്യം. പക്ഷേ എത്രത്തോളം സ്നേഹം, എത്രത്തോളം വൈകാരികമാണ് വി.ഡി. സതീശൻ എന്ന വാക്ക് സാധാരണ പ്രവർത്തകർക്ക് എന്ന കാര്യം വ്യക്തമായ ദിവസമായിരുന്നു. സാധാരണ പ്രവർത്തകർക്ക് മാത്രമല്ല അസിത, അനുജ, നമ്മൾ ഈ ദിവസങ്ങളിൽ ഇറങ്ങി സംസാരിക്കുന്ന സാധാരണപ്പെട്ട ആളുകളൊക്കെ സംസാരിച്ചത് വി.ഡി. സതീശന് വേണ്ടി തന്നെയായിരുന്നു. ഇത് വി.ഡി. സതീശന്റെ മാൻഡേറ്റ് ആയിരുന്നു. ആ മാൻഡേറ്റ്
കവരുമോ? യഥാർത്ഥത്തിൽ ഈ 10 ദിവസം മുഖ്യമന്ത്രി വൈകുന്നതിലുള്ള അമർഷം അത് കേവലം മുഖ്യമന്ത്രി വൈകുന്നതിലെ അമർഷം മാത്രമായിരുന്നില്ല. വി ഡി സതീശന് അനുകൂലമായ മാൻഡേറ്റ് ആരൊക്കെയോ ചേർന്ന് കവർന്നെടുക്കാൻ ശ്രമിക്കുന്നോ എന്ന ഒരു സാധാരണക്കാരന്റെ വികാരത്തിന്റെ പുറത്തുകൂടിയാണ് ആ കലുഷാവസ്ഥ യഥാർത്ഥത്തിൽ ഉണ്ടായത്. അതല്ലാതെ കേരളത്തിലെ മുഖ്യമന്ത്രി 10 ദിവസം വേണ്ട മുഖ്യമന്ത്രിയായിട്ടില്ല എന്നതായിരുന്നില്ല യഥാർത്ഥത്തിൽ കാരണമെന്ന് നമുക്ക് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്തായാലും അല്പസമയത്തിനകം AK ആന്റണിയെ കാണാൻ പോകുന്നു. അതിനുശേഷം VM സുധീരനെ കാണാൻ പോകുന്നുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെ കാണുന്നുണ്ട്. ഈ പറഞ്ഞ 2 നേതാക്കളാണ് പഴകുളം മധുവും നസീറുമാണ് VD സതീശന്റെ മുഖ്യമന്ത്രി പദവിക്കെതിരെ പരസ്യ വിമർശനം ഇതുവരെ രംഗത്ത് വന്നത്. അവർ ഈ പറയുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എത്രത്തോളം ശക്തരാണ് എന്ന കാര്യം അറിയില്ല. ബാക്കി കാര്യമായ അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രകടനങ്ങളൊന്നും വന്നിട്ടൊന്നും PC വിഷ്ണുബാബുവാണ്. അവയെല്ലാം ഗംഭീരമായി. ഞങ്ങളുടെ മീറ്റിംഗ് ആണ് ഇനി 5 മണി. അത് കഴിഞ്ഞ് 7 മണിയോടുകൂടി ഗവർണറെ കാണാം. അപ്പൊ കൺഗ്രാറ്റുലേഷൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.